103ലേക്ക് ഉയരുകയാണ്. സുനാമി തന്നെയാണ്, ഇത് തരംഗമാണ്, അതല്ലാതെ പറയാൻ കഴിയില്ല. ഇഞ്ചോടിഞ്ചൊന്നല്ല, 103 എന്ന് പറയുന്നത് ഒരു ചരിത്രമാണ്, ഇതൊരു ചരിത്ര നിമിഷമാണ്. 100 മേനിയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. വിജയത്തിലേക്ക് പല മണ്ഡലങ്ങളും. ആറന്മുള 10,000-ലേക്ക് എത്തുകയാണ്. 9,989 വോട്ടിന് ലീഡ് ചെയ്യുന്നു അബിൻ വർക്കി. സി രവീന്ദ്രനാഥ് ഇപ്പോഴും മണലൂർ മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നതാണ് LDF ആശ്വാസം. ദേവികുളം UDF ലീഡ് തിരിച്ചു പിടിക്കുന്നു. അപ്പോൾ ഇടുക്കിയിൽ ഏതാണ്ട് ക്ലീൻ സ്വീപ്പാണ്. 651 വോട്ടിന് ഇപ്പോൾ ദേവികുളത്ത് UDF ലീഡ് ചെയ്യുകയാണ്. അടൂരിൽ 4,692 വോട്ടിനാണ് UDF ലീഡ് ചെയ്യുന്നത്. മാനന്തവാടിയിൽ ഉഷാ വിജയൻ OR കേളുവിനെ പരാജയപ്പെടുത്തിയ ഉഷാ വിജയൻ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. അനൂപ് ജേക്കബിന്റെ ലീഡ് ശ്രദ്ധിച്ചോണം. 33,054 ഇപ്പോൾ 40,000-ന് മുകളിലേക്ക് അനൂപ് ജേക്കബിന്റെ ഭൂരിപക്ഷവും പോകും. പെരുമ്പാവൂർ 1/4 ലക്ഷത്തിലേക്ക് മനോജ് മൂത്തേടൻ ഒരു തരംഗമുണ്ടാക്കുന്നു. പെരുമ്പാവൂരിൽ UDF-ൽ അവരുടെ മുന്നണിയിലുള്ള എല്ലാ കക്ഷികളും ഒരു സീറ്റിലെങ്കിലും വീതം ലീഡ് ചെയ്യുമ്പോൾ ഇടതുമുന്നണിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ RSP ലെനിനിസ്റ്റ് പാർട്ടി കോവൂർ കുഞ്ഞുമോൻ ലീഡ് ചെയ്യുന്നില്ല. രാമേന്ദ്രൻ കടന്നപ്പള്ളി ലീഡ് ചെയ്യുന്നില്ല. INL ഒരിടത്തും ലീഡ് ചെയ്യുന്നില്ല. കേരള കോൺഗ്രസ് B ഒരിടത്തും ലീഡ് ചെയ്യുന്നില്ല. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ ISJD മാത്യു ടി തോമസിന്റെ പാർട്ടി ഒരിടത്തും ലീഡ് ചെയ്യുന്നില്ല. NCP ഒരിടത്തും ലീഡ് ചെയ്യുന്നില്ല. കേരള കോൺഗ്രസ് M ഒരിടത്തും ലീഡ് ചെയ്യുന്നില്ല. CPM CPI രാഷ്ട്രീയ ജനതാദൾ 3 കക്ഷികൾ മാത്രമേ ഉള്ളൂ. ഉയർന്നു ഷോക്കർ. കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ സംസ്ഥാന ധനമന്ത്രി പിന്നിൽ 245 വോട്ടിന് UDF കൊട്ടാരക്കര ലീഡ് ചെയ്യുകയാണ്. UDF-ന്റെ സംഖ്യ 104-ലേക്ക് കുതിക്കുന്നു. ഒരു ദുസ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ തിരിച്ചടിയിലേക്ക് സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറുകയാണ്. KN ബാലഗോപാൽ പരാജയപ്പെടുന്നു. കോന്നിയിൽ LDF-ന്റെ ലീഡ് നില കുറഞ്ഞു വരുന്നു. എന്താണ് ഈ സംഭവിക്കുന്നത്? ഇടതു മുന്നണി പ്രവർത്തകർ തലയിൽ കൈവച്ച് ആലോചിക്കുകയാണ്. ഒരു തരംഗമല്ല, ഇത് സുനാമിയാണ്. സുനാമി. അവിടെ ഇപ്പൊ ഈ 100 കടന്നു പോയതിനകത്ത് ഒന്ന് ബാലഗോപാലിന്റേതാണ്. ബാലഗോപാലിന്റെ ലീഡ് പോയി, അവിടെ UDF ലീഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ മണലൂരിൽ TN പ്രതാപൻ ലീഡ് തിരികെ പിടിച്ചിരിക്കുന്നു. 609 വോട്ടുകൾക്ക് TN പ്രതാപൻ മണലൂരിൽ ലീഡ് പിടിച്ചിരിക്കുന്നു. ഇതുകൂടി ചേരുമ്പോഴാണ് 100 കടന്ന് 104-ലേക്ക് എത്തുന്നത്. ആയിഷ പോറ്റി 245 വോട്ടുകൾക്ക് കൊട്ടാരക്കരയിൽ ധനമന്ത്രി KN ബാലഗോപാലിനെതിരെ ലീഡ് ചെയ്യുകയാണ്.